ചത്താലും വിടൂലടാ പന്നി. അങ്ങനെ എന്തോ ഒരു ഡയലോഗ് ഇല്ലേ ഏതൊരു സിനിമയിൽ? ആ ഐറ്റമാണ് ഈ ആറ്റം എന്ന് പറയുന്ന സാധനം. അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് ആറ്റത്തെ പറ്റി നോക്കാം. ആറ്റമോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമുണ്ട്. ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ വിഭജിക്കാൻ പറ്റാത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ നിന്നാണ് ഈ ആറ്റം എന്ന വാക്ക് ഉണ്ടായത്. ആറ്റം എന്ന് പറഞ്ഞ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഓസ്റ്റ്വാർഡ് എന്ന് പറഞ്ഞ ഒരാളാണ്. അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ആറ്റം കണ്ടുപിടിച്ചത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ജോൺ ഡാൾട്ടൺ എന്ന് പറഞ്ഞ ആളാണ്. അതിനു മുമ്പ് ആറ്റം ഉണ്ടായിരുന്നില്ലെന്നൊന്നും ചോദിക്കരുത്. അതിനു മുമ്പ് ആറ്റം ഉണ്ടായിരുന്നു, പക്ഷെ അത് നമുക്ക് അറിയത്തില്ലായിരുന്നു, അത്രേ ഉള്ളൂ. 18-ാം നൂറ്റാണ്ടിലാണ് പുള്ളിക്കാരൻ ആറ്റോമിക സിദ്ധാന്തം ഉണ്ടാക്കിയത്. പക്ഷെ വേറൊരു കോമഡി, BCE 600-നും BCE 200-നും ഇടയ്ക്ക് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നൊരു മുനിയുണ്ട്, കണാദ മുനി. ഇപ്പോഴത്തെ ഗുജറാത്തിൽ ദ്വാരക എന്ന് പറയുന്ന പ്രദേശത്ത് ആണ് ആൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആള് പദാർത്ഥങ്ങൾ ചെറു കണങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നും അതിനെ അണു എന്നും വിശേഷിപ്പിച്ചിരുന്നു. വൈശേഷിക സൂത്രം എന്നൊരു പുസ്തകം എഴുതിയ പുള്ളിക്കാരൻ ആറ്റത്തിൻ്റെ പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഭാരതീയനാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, AD 1800-കളിലാണ് ജോൺ ഡാൾട്ടൺ ആറ്റം എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് എന്നാണ് പറയുന്നത്. BC 200-നും 600-നും ഇടയ്ക്ക് ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം നമ്മുടെ ഇന്ത്യയിൽ നടത്തിയിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണല്ലേ? അപ്പം നമുക്ക് വീണ്ടും ആറ്റത്തിലേക്ക് വരാം. ഈ ആറ്റം എന്ന് പറയുന്നത് ഒരു ചാർജ് ഇല്ലാത്ത സാധനമാണ്. അതിന് ചാർജ് ലഭിക്കുന്നത് ഒരു സ്റ്റേറ്റിലാണ്, അത് പ്ലാസ്മ സ്റ്റേറ്റിലാണ്. ഈ ആറ്റത്തിൻ്റെ നടുക്ക് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നതിനെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അതിൻ്റെ പുറത്ത് ഓർബിറ്റലിൻ്റെ രൂപത്തിൽ ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് പിന്നീട് നോക്കാം. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോണൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പോൾ നമുക്ക് ജോൺ ഡാൾട്ടൺ അവതരിപ്പിച്ച ആറ്റോമിക സിദ്ധാന്തത്തെ പറ്റി ഒന്ന് നോക്കാം. അതിലാൾ പറഞ്ഞിരിക്കുന്നത് എല്ലാ പദാർത്ഥങ്ങളും ചെറിയ ആറ്റം എന്ന് പറയുന്ന കണങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണെന്നാണ്. എന്നുവെച്ചാൽ നമ്മൾ കാണുന്ന ഓരോ സാധനങ്ങളും, നമ്മളുടെ മുമ്പിലുള്ള ചെറിയ വെള്ളത്തുള്ളി, നമ്മളുടെ മുടി, നമ്മളുടെ ശ്വസിക്കുന്ന വായു എന്ന് വേണ്ട ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും, എന്ത് തന്നെ ഉണ്ട്, കാണുന്നതും കാണാത്തതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ആറ്റങ്ങൾ കൊണ്ടാണ്. ഈ ആറ്റത്തിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ആറ്റത്തിനെ 2 കഷ്ണമാക്കാനോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ഇനി എന്തെങ്കിലുമൊക്കെ കെമിക്കൽ പ്രോസസ്സോ അല്ലെങ്കിൽ റിയാക്ഷനൊക്കെ നടക്കുന്ന സമയങ്ങളിൽ ഇതിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ എന്നൊക്കെ പറയുന്ന സാധനങ്ങളിലൊക്കെ ചെറിയ ചെറിയ ക്രമീകരണങ്ങൾ നടക്കും. പുനഃക്രമീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതിപ്പോൾ ഒരു ഇലക്ട്രോൺ അപ്പുറത്തെ ഇതിലേക്ക് കൊടുക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് സംഭവിക്കുള്ളൂ. അല്ലാതെ അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. അടുത്തതായിട്ട് പറയുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷനോ എന്തെങ്കിലും കെമിക്കൽ പ്രോസസ്സൊക്കെ നടക്കുന്ന സമയങ്ങളിൽ ആറ്റങ്ങൾ ഒരിക്കലും പുതിയതായിട്ട് ഉണ്ടാക്കപ്പെടുകയോ ഉള്ള ആറ്റം ഇല്ലാതാവുകയോ ചെയ്യില്ല എന്നതാണ്. അതിൻ്റെ ഉള്ളിൽ ചില ഷിഫ്റ്റുകളൊക്കെ സംഭവിക്കുന്നതല്ലാതെ പുതിയതായിട്ടൊന്നും ഉണ്ടാവുകയില്ല, ഒന്നും ഇല്ലാതെ ആവുന്നില്ല.
ഒരു കെമിക്കൽ പ്രോസസ്സിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സാധനമാണ് ഈ ആറ്റം എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ കണിക, അതാണ് ഈ ആറ്റം. അതാണ് അടുത്ത പോയിൻ്റായിട്ട് വരുന്നത്. പിന്നീട് വരുന്നത് ഒരു എലമെൻറ്റ്, അതായത് മലയാളത്തിൽ മൂലകം എന്ന് പറയും. അതിനകത്ത് കുറേ ആറ്റങ്ങൾ ഉണ്ടാവും. അതെല്ലാം ഒരേ ഗുണവും ഒരേ വലുപ്പവും ഒരേ മാസവും ആയിരിക്കും. ഒന്നും കൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, തീരെ ചെറിയ നമ്മുടെ ഒരു മണൽത്തരിയുടെ അത്ര ഉള്ള ഒരു ചെറിയ പീസ് ഇരുമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോപ്പർ എന്തെങ്കിലും ഒരു സാധനം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് കുറേ കോടിക്കണക്കിന് ആറ്റംസ് ഉണ്ടാവും. ആ ഓരോ ആറ്റവും അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും, അതായത് അതിൻ്റെ സൈസ്, അതിൻ്റെ വെയിറ്റ്, അത് കാണിക്കുന്ന പ്രോപ്പർട്ടീസ്, അതിനകത്ത് ഉണ്ടാകുന്ന ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ്, പ്രോട്ടോൺസ്, അതൊക്കെ എല്ലാം സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. പല പല എലമെൻറ്റ്സ്, അതായത് മൂലകങ്ങളുടെ ഉള്ളിലെ ആറ്റംസ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് അതിൻ്റെ ഉള്ളിലെ പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസിൻ്റെ എണ്ണവും അതിൻ്റെ വെയിറ്റും അത് കാണിക്കുന്ന സ്വഭാവങ്ങളും എല്ലാം പല രീതിയിലായിരിക്കും. ഇതൊന്നും ഒരേപോലെ ആയിരിക്കില്ല എന്നാണ് പറയണത്. അതായത് എലമെൻറ്റ്, മൂലകം മാറുന്നതനുസരിച്ച് ഇതിൻ്റെ സ്വഭാവങ്ങളെല്ലാം മാറും. ഒന്നും ഒരേ രീതിയിലായിരിക്കില്ല. ഇങ്ങനെ ഉണ്ടാകുന്ന രണ്ട് എലമെൻറ്റ്സിനകത്തുള്ള ആറ്റങ്ങൾ, രണ്ട് എലമെൻ്റ് ആകുമ്പോൾ രണ്ട് രീതിയിലുള്ള ആറ്റംസ് ആയിരിക്കും. ഇത് രണ്ടും വളരെ സിമ്പിളായിട്ട് പല പ്രപ്പോർഷനിൽ, അതായത് അനുപാതത്തിൽ ഒരുമിച്ച് ചേരുമ്പോൾ അതൊരു കോമ്പൗണ്ട് ആവും. പല പ്രപ്പോർഷനിൽ കമ്പൈൻ ചെയ്തപ്പോൾ അത് കോമ്പൗണ്ടായി. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പല അനുപാതത്തിൽ സംയോജിച്ചപ്പോൾ അത് സംയുക്തങ്ങളായി. ഈ ആറ്റമിക സിദ്ധാന്തം ഓർത്തിരിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ആറ്റത്തിനെ നമുക്ക് നമ്മുടെ കയ്യിലിരിക്കേണ്ട ഒരു ബുക്കായിട്ട് ഒന്ന് ഇമാജിൻ ചെയ്യാം. അതായത് ഇപ്പം നമ്മളുടെ കയ്യിലൊരു ബുക്കുണ്ട്. ആ ബുക്ക് ആറ്റമാണെന്ന് വിചാരിച്ചാൽ അതിനകത്ത് പേപ്പറുകൾ ഇലക്ട്രോണാണെന്നോ അല്ലെങ്കിൽ അതിനകത്ത് തുന്നി വെച്ചിരിക്കുന്ന ആ നൂല് അല്ലെങ്കിൽ ആ സ്റ്റാപ്ലർ അത് ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കാം. ഇപ്പം നമ്മുടെ കയ്യിലിരിക്കണ ആ 200 പേജിൻ്റെ ഒരു ബുക്കാണെന്ന് വെച്ചോ. ആ അതേ നീളത്തിലും അതേ വീതിയിലുമുള്ള 200 പേജിൻ്റെ വേറൊരു ബുക്ക് ഈ ബുക്കിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അത് നമുക്കും അറിയാൻ പറ്റില്ല. അത്രേ ഉള്ളൂ പുള്ളിക്കാരനും പറയുന്നുള്ളൂ. പിന്നെ വേണമെങ്കിൽ ചില കെമിക്കൽ പ്രോസസ്സുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ബുക്കിൻ്റെ കാര്യമാകുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഒന്ന് മുറിക്കുകയോ അതിൻ്റെ പേജ് നടുവേ രണ്ടാക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 100 പേജിൻ്റെ 2 ബുക്ക്, അല്ലെങ്കിൽ ഒരു 80 പേജിൻ്റെയും ഒരു 110 പേജിൻ്റെയും ഒരു ബുക്ക്, അങ്ങനെ പേജിൻ്റെ എണ്ണം വ്യത്യാസപ്പെടുത്തി ഒരു ബുക്ക് ഉണ്ടാക്കാം. അതല്ലെങ്കിൽ അതിനെ മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ പകുതി വലിപ്പത്തിൽ നടുക്കുന്ന മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ബുക്കായിട്ട് കിട്ടും. മുകളിലെ ഒരു 200 പേജിലെ ഒരു നീളം കുറഞ്ഞൊരു ബുക്ക്, താഴത്ത് നീളം കുറഞ്ഞ വേറൊരു ബുക്ക്, അങ്ങനെ 2 ബുക്കായിട്ട് കിട്ടും. പിന്നെ വേണമെങ്കിൽ അതേപോലെ തന്നെ വേറൊരു ബുക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പേജും ഇതിൻ്റെ പേജും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഇരുന്നോളും. അതാണ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഡാൽട്ടൻ്റെ ആറ്റോമിക സിദ്ധാന്തത്തിൽ പറയുന്നത്.